അവൻ ആരാധിച്ച അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ കാണുന്നു. ഹാലലൂയ, അവർ ശക്തമായി ആരാധിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇടയിൽ അവർക്ക് വിടുതലായി അനുഭവിച്ചു. ഹാലലൂയ, പകൽക്കാലം കർത്താവിനെ, സർവശക്തനായ ദൈവത്തെ അവൻ ഹാലലൂയ നമ്മളെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യമായി, നമ്മുടെ ദേഹം നീങ്ങിയ ആത്മാവിൽ ഒരു സന്തോഷമായി അനുഗ്രഹമായി തീരുവാൻ ചേർന്ന് ദൈവത്തെ ആരാധിക്കാം, ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. അന്വേഷിപ്പേ കണ്ടെത്തും, യാചിപ്പീരെന്നാൽ ലഭിക്കും. അന്വേഷിപ്പേ കണ്ടെത്തും, തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാമെത്രയോ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാമെത്രയോ. ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. സഹായിക്കേണ്ടതിനായി ദൈവസന്നിധാനത്തിൽ സമർപ്പിച്ച്
പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. അടുത്ത കാലം ചേർത്ത് പാടുമ്പോൾ നമുക്ക് എല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റുകൊണ്ട് ചേർത്ത് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സർവ്വ സൃഷ്ടികളും ഒരുപോലെ ആരാധിക്കുന്ന നമ്മുടെ കർത്താവിനെ ഇന്ന് പകൽക്കാലം സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ദൈവം നമുക്ക് തരുന്ന ഭാഗ്യം അനുഭവിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പകൽക്കാലം സകല ചരാചരങ്ങളോടും ചേർന്ന് ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ ഹല്ലേലൂയ പാടി വർണ്ണിപ്പാൻ ദൈവം നമുക്ക് തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സർവ്വ സൃഷ്ടികളുമായി പാടി ചേർന്ന് പാടി ഹല്ലേലൂയ നമുക്ക് കരങ്ങളെ കൊണ്ട് ദൈവത്തെ സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തുന്ന സൃഷ്ടാവിനെ ഹല്ലേലൂയ. സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോയുടെ ജീവിക്കുന്നതല്ല ഘോഷിച്ചിടും കൊണ്ടുനാഥനെ. ഈശോയുടെ ജീവിക്കുന്നതല്ല ഘോഷിച്ചിടും കൊണ്ടുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, മായവല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, മായവല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണയെത്രയോ അതിശക്തപ്രേമ ആശ്രയമേ. തന്റെ കരുണയെത്രയോ അതിശക്തപ്രേമ ആശ്രയമേ. എല്ലെങ്കിലും എന്നാകുന്നെങ്കിലും എല്ലാം അറിഞ്ഞിയ തന്റെ സ്നേഹത്താൽ. എല്ലെങ്കിലും എന്നാവും
Hallelujah. Praise God to the Heavenly Father, and forgive us, Lord Jesus, and forgive us. Hallelujah. Hallelujah. For this opportunity, because of the gathering of presence and honor your name. Hallelujah. 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 Safeguarding us throughout Praise God. Jesus. the pastoral family and all the members of this church, Lord Jesus. Help us to live according to your will, Lord Jesus. Help us Praise the Lord. Praise the to be a Lord. great blessing in our lives, Lord Jesus. Thank you for answering our small prayer. In Jesus' name we pray. Amen. Amen. Psalm 31. We read this psalm responsibly and give glory to God. Stop. Psalm 31. വിടുവിക്കണമേ. നിന്റെ ചെവി എന്നെ സഹായിക്കും. എന്നെ എവിടെയിരിക്കണമേ. നീ എന്റെ കുടുംബമാരെയാണ്. എന്നെ രക്ഷിക്കേണ്ട കോട്ടയായിരിക്കണമേ. നീ എന്റെ പാറയുടെ കോട്ടയുമല്ലോ. നിന്റെ ദാസനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവൾ എനിക്കായി വിശ്വസിക്കുന്നവരെ നിന്നെ വിളിക്കണമേ. നീ എന്റെ ഉപ്പാകുന്നു. നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കുന്ന വിശ്വസ്തയുമായി പോവേ. നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. നിന്റെ ആവശ്യങ്ങളെ സ്നേഹിക്കുന്നവരെ വായിക്കുന്നു. ഞാൻ അവരുടെ ഭൂമിയിൽ ആശ്രയിക്കുന്നു. ഞാൻ എന്റെ ദയയിലാണ് സന്തോഷിക്കുന്നു. നീ എന്റെ അനിഷ്ടതയിൽ കണ്ട് എന്റെ പ്രാണസങ്കടങ്ങളെ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എന്റെ കാലുകളെ സാരസ്ഥിരിക്കുന്നു. യഹോവേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. വചനം കൊണ്ട് എന്റെ കണ്ണും പ്രാണനും മുതലും ക്ഷയിച്ചിരിക്കുന്നു. എന്റെ ആയുസ്സ് ദുഃഖംകൊണ്ട് എന്റെ സമർത്ഥത ദുർഗവും എന്റെ സ്വയവൈരികളാലും ഞാൻ ഇതിനായി തീർന്നു. എന്റെ അയൽക്കാർക്ക് അതിൽ നിന്ന് തന്നെ എന്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയഹേതുവായി ഭവിച്ചു. എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു. ചുറ്റും ഭീതി എന്ന അപസ്തുതി ഞാൻ പലരുടെ വായിൽ കേട്ടിരിക്കുന്നു. അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു. എന്റെ ജീവനെ എടുത്തു കളവാൻ നിരൂപിച്ചു. എന്റെ കാലഗതികൾ എന്റെ കയ്യിലിരിക്കുന്നു. എന്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് വിടുവിക്കണമേ. ഞാൻ ലഭിച്ചു പോകരുത്. ദുഷ്ടന്മാർ ലഭിച്ചു പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. എല്ലാ സ്ത്രീകളുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. യഹോവപ്പെട്ടവൻ അവനോടുള്ള പട്ടണത്തിൽ നിന്ന് ദയ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. അവനെ സ്നേഹിപ്പീൻ. യഹോവ വിശുദ്ധന്മാരെ കാക്കുന്നു. അഹങ്കാരം പ്രവർത്തിക്കുന്നത് ധാരാളം കൊടുക്കുന്നു. യഹോവയിൽ വ്യത്യാസമുള്ളവരുമേ ധൈര്യപ്പെട്ടവരുമേ നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ കരങ്ങളെ ഉയർത്തി യഹോവയിൽ പ്രത്യാശയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിന് കടന്നു പോവുകയായി സ്തോത്രം ചെയ്യാം. English God will come forward. Hallelujah. They will say, lead us in the time of singing and praising. Hallelujah. ഒരുമിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ സമയത്ത് വേർതിരിക്കുക. ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അതിനായി സമയത്ത് വേർതിരിക്കുന്ന നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ അല്പസമയം കൂടെ കർത്താവിനെ ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. Glory to God. Praise God. Hallelujah. 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 As we are partaking the Lord's Supper today, let us remember the ultimate sacrifice that God has given us by sending His one and only Son to die for us on the cross and give us a wonderful salvation and also for the hope of eternity. We should always remember that God, through His love, gave up His life. When He had a choice to restart everything again, He chose to die for our sins. So let us all sing one of this one old hymn, Drawing Nearer. I am thine, O Lord. I have heard
this morning. Hallelujah. Praise the Lord. We thank and praise you for your presence, for your precious presence in our midst. Thank you, Lord, for bringing us to your presence, O Master, to glorify your holy name, to sing praises unto your holy name, to worship you in spirit and truth. We thank you, Lord, for coming closer to us, drawing us closer to you, to thy cross, O God. Hallelujah. We thank you, Lord, for blessing us, O God. We were away from you. We were not able to come closer to our God. But through Jesus Christ, we have reconciled us to be the children of God. And thank you, Lord, for your presence in our midst. As we are going to be in your presence, O God, celebrating the Lord's Supper, and also hearing from your word, we pray for your guidance. Hallelujah. Your presence be with us in all this ministry, O God. Thank you, Lord, for hearing our cries. In Jesus' mighty name we pray. Amen. Please be seated. Hallelujah. ദൈവസല്ലാരികളെല്ലാം പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി പല പ്രിയപ്പെട്ടവരും ശാരീരികമായി ക്ലേശത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളാണ്. ഇപ്പോഴും പല പ്രിയപ്പെട്ടവരും ശാരീരിക അസ്വസ്ഥതകൾ അലട്ടുന്നുണ്ട്. സ്തോത്രമെങ്കിലും ഹല്ലേലൂയ, നമുക്ക് ഇത്രയും പേർ ഒരുമിച്ച് ദൈവസ്ഥലം വീണ്ടും കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയിട്ട് അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വിടുതലായി സ്തോത്രം ചെയ്യുന്ന സ്ഥാപന കാലമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. അനർത്ഥമായി തീരാതെ നമ്മെ കാത്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുക. ലോകത്തിലെ ക്ലേശങ്ങളും ഭാരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ നാശത്തിനായിട്ടല്ല, ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയുവാൻ കർത്താവിന്റെ സൗഖ്യദായക ശക്തി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാനുള്ള അവസരമായി കർത്താവ് ആക്കി നിൽക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രത്തിന്റെ മുതൽക്കാലം കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂൾ നടക്കുന്നവരുടെയായി പല കുഞ്ഞുങ്ങളും സ്തോത്രം അതിൽ ഹല്ലേലൂയ വളരെ ലേറ്റായി കൊണ്ടുള്ള കർത്താവ് ഇടയായല്ലോ. ഒരു കർത്താവ് ബലപ്പെടുത്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. സൺഡേ സ്കൂൾ മിനിസ്ട്രി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഒരു ആഴ്ചയിലെ ഗ്യാപ്പിന് ശേഷമാണ് നാം ദൈവസ്ഥലായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇവിടെ ഫാസ്റ്റിംഗ് പ്രയർ ആയിരുന്നു. ഓൺലൈനിലൂടെ നടത്തുവാൻ കർത്താവ് ഇടയാക്കി. കർത്താവിന്റെ തിരുമേശയുടെ പകൽക്കാലം മധ്യമുണ്ട്. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അതിനായി ഒരുങ്ങുവാൻ കൃത്യയാൽ ഓർപ്പിക്കുന്നു. സ്തോത്രം. 31-ാം സങ്കീർത്തനം നാം വായിച്ച സങ്കീർത്തനം. ഹല്ലേലൂയ, സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദാവീദിന്റെ ഒരു സങ്കീർത്തനമായി നാം മനസ്സിലാക്കുന്നു. സ്തോത്രം. ദൈവസന്നിധിയിൽ ഒറ്റപ്പെട്ടു പോയ, ഭാരപ്പെട്ടു പോയ, സ്തോത്രം. ഹല്ലേലൂയ. We can see that he is suffering and he is all alone in that suffering. Hallelujah. തനിയെ കഷ്ടതയില്ലാതെ അനുഭവം, ആരും തനിക്ക് കൂട്ടില്ലാതെ യോബിനെ പോലെയുള്ള ഒരു അനുഭവമാണ് സങ്കീർത്തനകാരനായ ദാവീദ് ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നത്. Just like what happened to the life of Job. Praise God. He is explaining that he is always all alone when he is going through this suffering. Hallelujah. But one thing is very sure. ഒരു കാര്യം നമുക്ക് ഉറപ്പായി മനസ്സിലാക്കുവാൻ കഴിയും. Hallelujah. Praise God. ദൈവത്തിൽ ആശ്രയിക്കാനുള്ള ഒരു വഴി ദൈവം നമുക്ക് എപ്പോഴും തുറന്നിട്ടുണ്ട്. Hallelujah. Whatever may be the situation. എത്ര കലശലായ പ്രതികൂലം നമുക്കെതിരെ വന്നാലും ഒരു വഴിയുമില്ല തോന്നുന്ന സമയത്ത് ദൈവത്തിന്റെ കരം നമുക്ക് വേണ്ടി സ്തോത്രം. അങ്ങനെയുള്ള ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ വഴി വെളിപ്പെട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സ്തോത്രം, ദൈവത്തിൽ ആശ്രയിക്കാത്തവർക്കേ ആ വഴി അടങ്ങും. സ്തോത്രം. തങ്ങൾ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. കാരണം അത് ദൈവം നോക്കുന്നത്, സർവശക്തനായ ദൈവം, ഈ ലോകത്തിന്റെ മുഴുവൻ എല്ലായിടത്തിന്റെ മുഴുവൻ ഉടവനായ ദൈവം നോക്കുന്നത് സ്തോത്രം തന്റെ സൃഷ്ടിയിൽപ്പെട്ട എന്തിനോടും കരുണ കാണിക്കുന്നവനാണ് ദൈവം. അതിൽ ബാക്ക്ഗ്രൗണ്ട് ദൈവത്തിന് പ്രശ്നമാണ്. നമ്മളാണ് വേർതിരിവുണ്ടാകും. നമ്മൾ പറയുമോ അവർക്ക് വേണ്ടി ദൈവം ചെയ്യുന്നില്ല, നമ്മൾ പറയും സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ സ്പോക്സ് പേഴ്സൺ പോലെ നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. നമ്മൾ പറയുമോ അവർ രക്ഷപ്പെടുന്നില്ല സ്തോത്രം, അല്ലെങ്കിൽ അവരെയൊക്കെ ദൈവം മൈൻഡ് ചെയ്യൂ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. പക്ഷേ ദൈവത്തിന്റെ നീതി എപ്പോഴും അഗോചരം. The righteousness of God is always unique. ഹല്ലേലൂയ. ഏത് മനുഷ്യനോടും ദൈവത്തിന് കരുണ തോന്നാം. ഒറ്റ കാര്യമുള്ളൂ. കാരണം ദൈവത്തിന് കരുണ തോന്നാതിരിക്കുന്നെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല, ദൈവത്തെ അറിയുന്നില്ല. ദൈവത്തെ അറിയാത്ത, ദൈവമേ എന്ന് വിളിക്കുവാൻ കഴിയാത്ത, ആ ഒരു അനുഭവത്തിലേക്ക് പോകാൻ കഴിയാത്ത ഉയർന്നൊരു ശക്തിയെ, സഹായം ഒട്ടും സഹായമില്ലാത്തൊരവസ്ഥയിൽ, ഇന്നും സഹായം വരാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവമേ എന്നുള്ള ഒരു ചിന്തയോടെ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ കഴിയാത്ത സമയത്തും ദൈവത്തിലേക്ക് നോക്കുന്ന ഏവരോടും കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതാണ് നമ്മുടെ ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാനവികത ഏറ്റവും മഹത്വത്തിൽ എത്തുന്നത് നാം മറ്റുള്ളവരുടെ കരുണയുള്ളവരായിരിക്കും. ഹല്ലേലൂയ.
അല്ല നാം ആരെയും സഹായിക്കാതെ ക്രൂരത കാണിക്കുമ്പോൾ അത് അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. ഞങ്ങൾ വളരെ കഠോരരായി ഗാംഭീര്യത്തോടെ സ്തോത്രം ഒരു ദയയും കാണിക്കാതെ സ്തോത്രം വളരെ കലുഷിതമായ ഒരു വ്യക്തിത്വത്തോടെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മഹത്വം വരുന്നത് എന്ന് വിചാരിക്കുന്നത്. അത് മഹത്വമല്ല, അത് ഭയത്തിൽ നിന്നുളവാകുന്ന ഒരു ഹല്ലേലൂയ ഒരു വികാരം മാത്രമേ ഉള്ളൂ, ഒരു പ്രവണതയായിട്ട് ഒരു മനോഭാവം മാത്രമേ ഉള്ളൂ. Humanity is at its highest point is always when we show mercy to others, when we are compassionate to others, because that is a basic nature of a godly person. Hallelujah. ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് സ്തോത്രം ഹല്ലേലൂയ ദൈവികമായ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടാകാൻ വേണ്ടി സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സാദൃശ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണുകളോ നമ്മുടെ കരങ്ങളോ നമ്മുടെ കാലുകളോ കയ്യോ അതിനേക്കാളൊക്കെ അപ്പുറമായി നമ്മുടെ ആളത്വം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നമ്മുടെ അകത്തെ മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപമായി ദൈവം സൃഷ്ടിച്ചു എന്നുള്ളതാണ് സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് മനുഷ്യർ ഏറ്റവും ദയയുള്ളവരായി കരുണയുള്ളവരായി ഇരിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ അത് പാപം മൂലമാണ് എന്ന് മനസ്സിലാക്കണം. 31-ാം സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ ഒരു വാക്യപ്രകാരമുണ്ട്. ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്ന സമയത്ത് തന്റെ ക്രൂശിലെ മൊഴികളിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്, നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ ഫലമേൽപ്പിക്കും. സങ്കീർത്തനത്തിലെ പല ദാവീദിന്റെ പുത്രനാണ്, ദാവീദ് പുത്രനായ ക്രിസ്തു സ്തോത്രം. നമുക്കറിയാം യേശുവെ ദാവീദ് പുത്ര എന്ന് യഹൂദന്മാർ വിളിക്കുന്നത് നമുക്കറിയാം. ദാവീദിന്റെ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് നമുക്കറിയാം. ദാവീദ് ഗോത്രത്തിന്റെ സിംഹമായ കർത്താവ് ദാവീദ് പ്രവചനാത്മാവിൽ പറഞ്ഞ പല കാര്യങ്ങളും സ്തോത്രം ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവ് വിളിച്ചു പറഞ്ഞല്ലേ സ്തോത്രം. 7 മൊഴികളൊക്കെ നാം പഠിക്കുന്നതാണ് സ്തോത്രം. ഈ പ്രത്യേകിച്ച് പാഷൻ വീക്കിലൊക്കെ അതിന്റെ ഓരോ മൊഴികളും എടുത്ത് പള്ളികളിൽ പ്രസംഗിക്കപ്പെടാറ് സ്തോത്രം. ഇവിടെ അതിലൊരു മൊഴിയെ നമുക്ക് കാണാൻ കഴിയും, നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ പരിമേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാ കർത്താവേ ദൈവമേ ഞാൻ ഇതാ ചാകുന്നല്ല പറഞ്ഞത്, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരിമേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ സ്തോത്രം. അതിന്റെ അർത്ഥം എന്താണ്? സർവാധികാരിയായ ഒരു ദൈവം ജീവിതത്തിന്റെ ഏറ്റവും സങ്കീർണ നിമിഷത്തിലും ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അധികാരം ഏറ്റെടുക്കുകയാണ് സ്തോത്രം ഹല്ലേലൂയ. അതിന്റെ അധികാരമുള്ളവർ പ്രിയമുള്ളവരെ ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം കഷ്ടതയോ സ്തോത്രം കഷ്ടതയുടെ ഏറ്റവും ഉത്തുംഗമായ അവസ്ഥയിൽ മരണമോ അവരുടെ അവസാനമല്ല. ദൈവത്തിന്റെ നിയന്ത്രണം അവിടെയും ഒരു ദൈവത്തിന്റെ ജീവിതത്തിലുണ്ട് സ്തോത്രം. We are not out of control. We are not forsaken. Hallelujah. ക്രിസ്തുവിന്റെ ആദ്യ വാക്ക് ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടു തന്നത് ആ വേദനയുടെ ഉത്തുംഗതയിലാണ് തുടങ്ങിയതല്ലേ സ്തോത്രം. എന്നാൽ അവസാനിക്കുന്നത് എങ്ങനാ? ദൈവമേ എന്റെ ആത്മാവിനെ എന്റെ കയ്യിൽ ഫലമേൽപ്പിക്കും എന്ന് പറഞ്ഞാൽ തുടക്കം കഷ്ടതയുടെ ആ ഔന്നത്യത്തിൽ കഷ്ടത സഹിക്കുവാൻ കഴിയുന്നതൊക്കെ അപ്പുറമായ വേദനയിൽ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തെ താൻ ഉൾക്കൊണ്ടപ്പോൾ എന്ന് വിചാരിച്ചു, I won't be able to go through this. Hallelujah. അത് ദിവസമേ ഞാൻ അനുഭവിച്ചതാണ് സ്തോത്രം. ഇതുപോലെ കർത്താവ് തിരുമേശ് നമ്മുടെ മധ്യമുണ്ട്. ധ്യാനിപ്പാൻ തക്കതായ ഒരു സമയമായതുകൊണ്ടാണ് ഇപ്രകാരം സംസാരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആ ഉത്തുംഗതയിൽ ദൈവമേ കൈവിട്ടോ എന്നുള്ള ആ മാനവജാതിയുടെ മുഴുവൻ നിലവിളിയായി അത് ഉയർന്നപ്പോഴും hallelujah. Oh God, why have you forsaken me? That was the first utterance the Christ uttered towards God, but still all through the words എല്ലാ മൊഴികളുടെ അവസാനം പറഞ്ഞ വാക്കാണ് നാം ഈ സംഗീതത്തിൽ വായിച്ചത്, എന്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇത് വർക്കാൽ by the time he was about to give his spirit to the hands of God, he understood God has not forsaken him. Hallelujah. But God is in control. Hallelujah. Praise the Lord. സ്തേഫാനോസിന്റെ മരണത്തെ നാം കാണുന്നുണ്ട്. പുത്രനായ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് സ്തേഫാനോസിനെ സ്വീകരിപ്പാൻ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ സ്തോത്രം. ലോക ജീവിതം നമുക്ക് ഒരുപക്ഷെ അത്ര സുഖകരമായിരുന്നില്ലെങ്കിലും സ്തോത്രം നമ്മുടെ ആരംഭത്തെക്കാൾ അവസാനം നന്നായിരിക്കും. ഹല്ലേലൂയ. Towards the end we have to make sure we are going to the right place. Hallelujah. ഞാൻ യഥാർത്ഥമായ എന്റെ പ്രത്യാശയുടെ ഇടത്ത് ഹല്ലേലൂയ സ്തോത്രം ഞാൻ കടന്നിരുന്നുള്ള പ്രത്യാശ നമുക്കുണ്ടാകണം. ഇവിടെ സത്യക്കാരൻ മേക്ക് ഷുവർ ചെയ്യുക. അതുകൊണ്ട് അവരിക്കുന്ന അവസാനം ഈ സത്യത്തെ വായിച്ചു നിർത്തുന്നത്. ഇത് മുഴുവൻ വാക്യത്തിൽ എടുത്ത് ധ്യാനിപ്പാൻ വെക്കാൻ സമയമില്ല. ഇവിടെ പറയുന്നതാണ് യഹോവയുടെ സകല വിശുദ്ധന്മാരെയും
അവനെ സ്നേഹിപ്പിക്കും. യഹോവ വിശുദ്ധന്മാരെ കാക്കുന്നു. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുകയും നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കുന്നു. നമുക്ക് കാലത്ത് കൈമാറാനുള്ള സന്ദേശം ഇതാണ്. കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലങ്ങളിൽ നാം വന്നിരിക്കുന്നു. പലർക്കും നിയന്ത്രണം നഷ്ടപ്പെട്ട് ഹല്ലേലൂയ പല കാര്യങ്ങളിലും തീരുമാനം എടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ രോഗ രാജ്യങ്ങൾ അധികാരികളായിരിക്കുമ്പോൾ ദൈവമക്കളോട് ദൈവത്തിന് പറയാനുള്ളത് നിങ്ങൾ ധൈര്യപ്പെട്ടിരിക്കുക. God is still in control. Hallelujah. എന്റെ ദൈവം സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. എന്റെ കർത്താവിന്റെ കരങ്ങളിൽ സകലവും ഭദ്രമാണ്. നിന്നെ സ്പർശിപ്പാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതമില്ലാതെ നിന്റെ മേൽ ഒരു കരവും വീഴാതെ കർത്താവിന്റെ പരിപാലനമായിരിക്കും കർത്താവിടെയാകും. കാൽവരിയിൽ സകലവും നിവൃത്തിയായെന്ന് പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം. അവന്റെ ജീവനെ ദൈവത്തിൽ ഫലമേൽപ്പിച്ചെങ്കിൽ നമ്മെ കൂടെ അവനോടൊപ്പം ചേർക്കുവാൻ ക്രിസ്തുവിൽ നമ്മെ എല്ലാവരെയും കണ്ട നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഇന്ന് മുതൽക്കാലം കർത്താവിന്റെ ശബ്ദം നമ്മുടെ ഹൃദയങ്ങളിൽ ബലപ്പെടുത്തട്ടെ. അവരെ നാം ഉയർത്തിരിപ്പാൻ നാം വല്ലപ്പോഴും ഒഴുകിപ്പോകുന്നവരായല്ല. കാറ്റിനാൽ ഉലയുന്ന ആടുന്ന വേലിൽ പോലെയല്ല. ഇന്ന് മുതൽക്കാലം ഹൃദയത്തിൽ ഒരു ദൃഢത ഉണ്ടായിരിക്കാൻ കർത്താവ് നമ്മെ എല്ലാവരും. Everything is pure for those who are pure, but nothing is pure for those who are corrupted, to those who are corrupted and unbelieving, because their minds and consciences are corrupted. Such people claim they know God, but are lying by the way they live. They are detestable and disobedient, motives for doing anything for good. Titus 1 verses 15 to 16. Hallelujah. Moses was the light of salvation, which is life, yeah. Stop. The steadfast love of the Lord never ceases. His mercies never come to an end. They are new every morning. Great is thy faithfulness, O Lord. Lamentations 3 verses 22 to 23. Acts 16:31. Believe in the Lord Jesus Christ and you will be saved. Praise God. John 3:16. For God so loved the world that he gave his only begotten Son, that whoever believes in him shall not perish but have eternal life. Hallelujah. Matthew chapter 5 verse 5 and 6. Those who are meek shall, blessed are those who are meek, for they shall inherit the earth. Blessed are those who thirst and hunger for righteousness, for they shall be filled. Psalm 24. Lord my shepherd, I shall not want. He makes me lie down in green pastures and leads me beside still waters. How much better to get wisdom than gold, to get insight rather than silver. 16 verse 16. Proverbs 16 verse 16. Do not love the world or the things in the world. If anyone loves the world, the love of the Father is not in him. 1 John 2 verse 15. Amen. 1 Peter 5:7. Cast your anxieties on him, for he cares for you. Enter into his gates with thanksgiving and into his courts with praise. Be thankful unto him and bless his name. For the Lord is good and his mercy is everlasting. His truth endures to all generations. Psalms 100 verse 4 and 5. Amen. Isaiah 54 verse 10. The mountains be shaken and the hills be removed, yet my unfailing love for you will not be shaken, while my covenant of peace be removed, says the Lord who has compassion on me. Galatians chapter 6 verses 6 to 7. Let him who sought the Lord share all good things with him and teach us. Do not be deceived, God is not mocked, for whatever a man sows, that he shall also reap. Do not do with this servant that I may live to keep your word. Open my eyes that I may see wondrous things in your law. I'm a sojourner around the earth, had an ignorance from me. My soul is consumed with long pure rose at all times. You remove from me your reproach and contempt, I kept your rose at all times. Your testimonies are my delight and my counselor. Psalm 119 verses 17 to 19. Hallelujah. My lips and my eyes and the whose words would help come from. My help will come from from heaven and earth. We will not let your foot slip. If you watch the words, you will never slumber nor sleep. For he is your keeper, he shall shade at your right hand. There is someone not harm you by day, nor the moon by night. Psalm 121 verses 1 to 5. Praise God. Hallelujah. An understanding heart seeks wisdom, but the mouth of the fools feeds on foolishness. The days of the afflicted are evil, but the heart of the merry have a continual feast.
Better is little with the fear of the Lord than great treasures with trouble. Better is a dinner of herbs where there is love than a dinner with a fattened calf with hatred. Proverbs 15 verses 14 to 17. God bless you. Hallelujah. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേദാവനന്റെ വേദനയോ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേദാവനന്റെ വേദനയോ അന്യകാലം വന്നടുത്തെ ബന്ധക്കോസിന്റെ അന്യകാലം വന്നടുത്തെ ബന്ധക്കോസിന്റെ ചന്ദ്രമോളെ സേവ ചെയ്ത സ്വന്തമാക്കി പോയിടാം ചന്ദ്രമോളെ സേവ ചെയ്ത സ്വന്തമാക്കി പോയിടാമേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ രക്ഷകന്റെ വേദനയോ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ രക്ഷകന്റെ വേദനയോ അബ്രഹാമേ സാക്ഷിയാക്കോബ് എന്നായി ശുദ്ധരത്വങ്ങളായി പാർത്തനത്തിട്ടു അബ്രഹാമേ സാക്ഷിയാക്കോബ് എന്നായി ശുദ്ധരത്വങ്ങളായി പാർത്തനത്തിട്ടു കാത്തു കാത്തു നിൽക്കുന്ന സോദരാമി ഓർക്കുന്നു കാത്തു കാത്തു നിൽക്കുന്ന സോദരാമി ഓർക്കുന്നു ദൂതിയായി വേദനയ്ക്കു പാപനം പേരിച്ചു ദൂതിയായി വേദനയ്ക്കു പാപനം പേരിച്ചു വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ രക്ഷകന്റെ വേദനയോ ഉന്നതയോഗ്യരേ തിരിച്ചവന്റെ സന്നിധിയിൽ നിന്നുമാറല്ലേ ഉന്നതയോഗ്യരേ തിരിച്ചവന്റെ സന്നിധിയിൽ നിന്നുമാറല്ലേ അന്തിമത്തിൽ നിന്നെയോട് ഉന്നതം മേടിക്കുക അന്തിമത്തിൽ നിന്നെയോട് ഉന്നതം മേടിക്കുക കർത്താവിന്റെ വന്യഭാവമെന്നോടുമായി വർദ്ധിക്കുക കർത്താവിന്റെ വന്യഭാവമെന്നോടുമായി വർദ്ധിക്കുക വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ രക്ഷകന്റെ വേദനയോ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ രക്ഷകന്റെ വേദനയോ ലോകത്തെ നഷ്ടമിക്കാറാ ജീവിക്ക
ഹല്ലേലൂയ, സ്തോത്രം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പകൽക്കാലം വീണ്ടും പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം ചിന്തിച്ച വേദഭാഗത്തിന്റെ തുടർമാനമായ ചിന്ത ദൈവസന്നിധിയിൽ പങ്കുവെക്കുവാൻ താല്പര്യപ്പെടുന്നു. പുതിയ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. I would like to continue with the word of God which we have been reading. Let's turn our eyes to Genesis 3:14-19. Praise the Lord. Hallelujah. വായിച്ചാട്ട വേദഭാഗം പുതിയ പുസ്തകം 3-ാം അധ്യായം 14-17 വരെ. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഭോഗത്തിൽ കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. മനുഷ്യൻ തന്റെ ഭാര്യയ്ക്ക് ഹവ്വ എന്ന് പേരിട്ടു. So the Lord God said to the serpent, because you have done this, you are cursed more than all cattle, and more than every beast of the field. On your belly you shall go, and you shall eat dust all the days of your life. And I will put enmity between you and the woman, and between your seed and her seed. He shall bruise your head, and you shall bruise his heel. To the woman he said, I will greatly multiply your sorrow and your conception. In pain you will bring forth child. Your desire shall be for your husband, and he shall rule over you. Then to Adam he said, because you have heeded the voice of your wife, and have eaten from the tree of which I commanded you, saying, you shall not eat of it. Cursed is the ground for your sake. In toil you shall eat of it all the days of your life. Praise the Lord. Hallelujah. Praise be to God. ദൈവത്തിന്റെ വചനത്തിനായ ദൈവത്തിന് നന്ദി പറയുന്നു. I praise and thank God for God's word. നമുക്കറിയാം ഏതെങ്കിലും നടന്ന കാര്യങ്ങൾ സ്തോത്രം ഒരിക്കലും ശുഭകരമായ സന്തോഷം തരുന്ന ഒരു കാര്യമല്ലെങ്കിലും അതിനകത്ത് ദൈവം ഒരു നന്മ വെച്ചിരുന്ന് നമുക്ക് കാണാൻ കഴിയും. We see that whatever incident happened in Eden, it was not joyful, but God has kept something blessing for man. ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്, സകലവും അറിയുന്ന ദൈവമാണ്. സ്തോത്രം. Our God is omniscient. Yes, omniscient God. Yeah. Omniscient God, സകല സർവജ്ഞാനിയായ ദൈവം എന്ന് പറഞ്ഞാൽ സകലവും മുൻകൂട്ടി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. Our God knows things way ahead of when it's happening, so He's an omniscient God. അപ്പോൾ ദൈവത്തിന് അറിയാം തന്റെ മുൻ അറിവിൽ സ്തോത്രം, the foreknowledge, ദൈവത്തിന് അറിയാം മനുഷ്യന്റെ ജീവിതത്തിൽ വന്നു ഭവിക്കാൻ സാധ്യതയുള്ള പ്രതികൂലങ്ങളെ. അതറിഞ്ഞ് സ്വർഗം മുന്നമേ കരുതിയ ഒരു നന്മയാണ്, പാപത്തിനെതിരെ ഒരു നന്മയാണ് സുവിശേഷം എന്ന് പറയുന്നത്. So the gospel is a good news which God has given us, considering the fact that God knows in foreknowledge what the humankind is going to face. വെളിപ്പാട് പുസ്തകത്തിലെ വാക്യപ്രകാരമുണ്ട്, ലോക സ്ഥാപനം മുൻപേ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാണ്. In the book of Revelation, it said that before the foundation of the world, the lamb which has been slain. Yeah, praise the Lord. അതുപോലെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ മുന്നറിവിൽ കാൽവരി ഉണ്ടായിരുന്നു, കാൽവരി യാഗം ദൈവത്തിന്റെ മുന്നറിവിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. God knew the death in Calvary. He had the foreknowledge of that. ദൈവം പ്ലാൻ ചെയ്ത ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായ ഒന്നാണ് സുവിശേഷത്തിന്റെ ആക മൂല്യമാകുക. Gospel is a part of God's eternal plan. ഇവിടെ നമുക്കറിയാം, ഫസ്റ്റ് ഓഫ് ഓൾ വി സീ, ആദ്യം നമുക്ക് കാണുന്നത് മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അതിന്റെ ഗൗരവം നാം കഴിഞ്ഞ ചിന്തിച്ചത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഒരു പോയി ഒരു പഴം പറിച്ചു എന്നുള്ള ഒരു ലാഭവും മത്തോടെ അതിനെ കാണാതെ അതിന്റെ പിൻപിൽ വന്ന ആ ചിന്തകൾ, റെബല്യൻ, ഇതെല്ലാം അതിന് അനുസരണക്കേട്, ദൈവത്തോടുള്ള സ്തോത്രം, മറുതലിപ്പ്, അതെല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. Last week we meditated upon the word of God, which showed the rebellion and the thought behind the simple sin, that is the rebellion and the disobedience. അപ്പോൾ വെറുതെ ഒരു
പഴം പറിക്കുക എന്നുള്ള ലാഘവത്തോടെ ആ ഒരു പ്രവൃത്തിയെ കാണാതെ ദൈവത്തിൽ നിന്ന് ബന്ധം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വലിയൊരു വളരെ ഗൗരവമേറിയ ഒരു തെറ്റാണ് മാനവജാതി ദൈവത്തോട് ചെയ്തത്. Instead of looking at it as a fruit being plucked in disobedience, but the relationship with God has been broken up for the humankind. നമ്മുടെ ഇതിൽ ഏറ്റവും വേണ്ടിയതാണ് ദൈവത്തോടുള്ള ബന്ധം, അതാണ് നഷ്ടപ്പെട്ടത്. മറ്റെല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാളും ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതാണ് ആദമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടത്. If we break the relationship with God, that is the most important thing. That is one thing which Adam and Eve experienced. Praise the Lord. Praise be to God. Now you have done it. അവർ ചെയ്തു. They have committed the sin. And ഇപ്പൊ സംഭവിക്കുന്നത് എന്തുവാ? God judges. ദൈവം ന്യായം വിധിക്കുന്നു. എല്ലാ പാപത്തെയും ദൈവം ന്യായം വിധിക്കുന്നു. Once they have sinned, God is going to judge the sin. Praise the Lord. ദൈവം എല്ലായ്പ്പോഴും പാപത്തെ ന്യായം വിധിക്കുന്നവനാണ്. God always judges sin. Praise the Lord. പക്ഷെ ഒരു കാര്യങ്ങളുണ്ട്, ദൈവം കൃപാലുവായ ദൈവമാണ്. There is another point. God is a God of grace. ദൈവമക്കളെ, ഈ നിരീശ്വരവാദികളൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന കാര്യമാണ്. God loves us, but He punishes. So the atheist people mocks us, saying that God loves us and He punishes us. നമ്മളെ ദൈവം സ്നേഹിക്കുന്ന, നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അവരുടെ ദൈവം അവരെ ഭയങ്കര സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവരെ ശിക്ഷിക്കും, അവരെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. അങ്ങനെയുള്ള ഒരു കാര്യം പറഞ്ഞ് പലപ്പോഴും നിരീശ്വരവാദികൾ നമ്മളെ കളിയാക്കാറുണ്ട്. It is mock the idea of God is a God who loves us, but when you sin, He is going to punish you. Praise the Lord. Hallelujah. അത് ദൈവത്തെ അറിയാത്തവരുടെ ഒരു പുലമ്പലായി മാത്രം അതിനെ കണ്ടാൽ മതി. So we can just see it as the idea of the people who doesn't know God. വേദപുസ്തകത്തിൽ ഇപ്രകാരം വാക്യമുണ്ട്, മുറുക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യും, അല്ലേ? So we know that in the words of the Bible says that He will cause the wound and He will also bind the wound. മെഡിക്കൽ സയൻസിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞാൽ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ നല്ലത് രോഗം വരാതെ നോക്കുന്നത്, അല്ലേ? So in medical science it says that prevention is better than cure. പക്ഷെ ഒരു കാര്യമുണ്ട്, പല കാര്യങ്ങളും it cannot be prevented. നമ്മൾ മനുഷ്യരായതുകൊണ്ട് പല കാര്യങ്ങളും ഒഴിവാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് പ്രിവെൻഷൻ ഒഴിവാക്കാൻ കഴിയാത്തത്? ആദ്യത്തെ അപ്പച്ചനും അമ്മച്ചിയുമായ ആദമും ഹവ്വയും അതിനുള്ള വഴി ഉണ്ടാക്കിയത് കൊണ്ടാണ്. അവർ വരുത്തി വെച്ച ചില വിനകൾ മൂലം പല കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. Many things we cannot prevent because our forefather Adam and Eve has created such situation that we go through sin. Praise the Lord. പക്ഷേ നമ്മളുടെ ബലഹീനത അറിയാവുന്ന കർത്താവ് നമ്മളോട് കരുണയുള്ളവനാ, തന്റെ കൃപ നമ്മുടെ മേൽ ചൊരിയുന്നവനാ. Our God is a God who knows our weakness and He is a gracious God. Praise the Lord. Hallelujah. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഈ ബഡ് മരങ്ങളുണ്ടല്ലോ, ബഡ് ചെയ്ത തൈകളുണ്ടല്ലേ. ബഡ് ചെയ്യുന്ന എങ്ങനെയാ? സ്തോത്രം. ഏതെങ്കിലും ഒരു ബഡ് ചെയ്യുവാൻ പറ്റുന്ന വൃക്ഷത്തിന്റെ പുറത്ത് കൊണ്ടുവന്ന് നമ്മൾ വളരെ സ്നേഹത്തോടെ കൊണ്ടുവന്ന് അടുത്തോണ്ട് വെച്ചാൽ അത് ബഡാകത്തില്ല. അതിനെ മുറിക്കണം, ചെത്തണം, അതിനകത്ത് ഇച്ചിരി വേദന ഉള്ള പ്രശ്നം, അല്ലേ? പക്ഷെ എന്താണ് ചെത്തും? അതാണ് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞത്, ചെത്തി വെടിപ്പാക്കുന്ന എന്തിനാ അധികം ഫലം കായ്ക്കണം. We know the plants which require grafting with another plant so that it can produce more fruit. That's why the word of God says that cut and prune us. Prune. Yeah, so we need to cut and prune so that we can bring forth more fruit. നമ്മളെ ചെത്തി വെടിപ്പാക്കുന്ന എന്തുകൊണ്ട് ചോദിച്ചാൽ അധികം ഫലം കായ്ക്കണം. അതുപോലെ തന്നെ ദൈവത്തിന് ഈ ഉണ്ടായ സംഭവം നമ്മളാണ് കുഴപ്പം ഉണ്ടാക്കിയത്. എന്നാൽ ദൈവത്തിന്റെ പരിഹാരകനായി വരികയാണ്. പക്ഷെ എന്നാലും ദൈവത്തിനായി എപ്പോഴും കുറ്റം. നാം പറയും, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ഇത് വരുത്തുന്നത്? എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ദൈവം തിന്മ അനുവദിക്കുന്നു? ഇതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ കയ്യിലല്ല തിന്മ ഇരിക്കുന്നത്, തിന്മ നമ്മളിലാണ്. One thing we need to understand is that God is providing a solution for the sins humankind have done. Many times we complain and murmur, and we blame God for the problems, but the problems is within us. കാരണം ഈ ദൈവത്തിന്റെ ശിക്ഷാവിധി, ന്യായവിധി വന്ന വാക്കിനകത്ത് നമുക്കറിയാം, പാമ്പിനെയും അതുപോലെ ആദമിനെയും ഹവ്വയും ആദമിനെയും ഓർഡർ അങ്ങനെയാണ്. ആദ്യം പാമ്പ്, പിന്നെ ഹവ്വ, പിന്നെ ഇങ്ങനെ ഓർഡറിൽ അവരെ ദൈവം ശിക്ഷിച്ചപ്പോൾ, അവർക്കെതിരെ ന്യായവിധിയുടെ വാക്കുകൾ പറഞ്ഞപ്പോൾ അതിനിടയിൽ ദൈവം
സുവിശേഷത്തെ പ്രഖ്യാപിച്ചു എന്നുള്ളത്. When we read the word of God, there is an order of the judgment which has been proclaimed by God. First is for serpent, then for Eve, then for Adam. In between all these things, God is declaring the gospel unto us. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പ്രസംഗം തലക്കെട്ടത് ഗോസ്പൽ പ്രോമിസ് എന്ന സുവിശേഷത്തിന്റെ വാഗ്ദത്തമാണ് കാണുന്നത്. Praise the Lord. ദൈവം ശിക്ഷിക്കുമ്പോഴും ദൈവം ശിക്ഷ വിധിക്കുമ്പോഴും ദൈവം ന്യായം വിധിക്കുമ്പോഴും അതിനകത്ത് കർത്താവ് യേശുവിലൂടെയുള്ള സത്യ സുവിശേഷത്തെ ആദ്യമായി ദൈവത്തിന്റെ വചനത്തിൽ പ്രഖ്യാപിക്കുന്ന ഇടം കൂടായി മാറുകയാണ്. We see that the heading of this today's preaching is the gospel promise. When the God is proclaiming punishment unto each one of the people who has been mentioned here, in the middle of that, God is also giving a solution, that is the gospel He is talking to us. Praise the Lord. കാൽവരി ക്രൂശിനെ, കർത്താവിന്റെ കാൽവരി മരണത്തെ എങ്ങനെയാണ് ദൈവത്തിന്റെ പരിഹാരം കാണാൻ പോകുന്നത്? പാപിന്റെ ചതിവിന് ദൈവം തക്കതായ മറുപടി മാനവജാതിയുടെ തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന വാക്യമാ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന പ്രശസ്തമായ വാക്കിൽ അറിയപ്പെടുന്നു ആദ്യത്തെ സുവിശേഷം. The first gospel is mentioned in Genesis chapter 3:15, and it is known as the first gospel. Praise the Lord. Hallelujah. മനുഷ്യരിലൂടെ തന്നെ മനുഷ്യരിൽ വന്ന അബദ്ധത്തെ, മനുഷ്യരിൽ വന്ന അനുസരണക്കേടിനെ, മനുഷ്യരിൽ വന്ന പാപത്തെ മനുഷ്യരാൽ തന്നെ പരിഹരിക്കുവാൻ എന്റെ ദൈവം കന്യകയിൽ ഹല്ലേലൂയ ജനനം എഴുതുന്ന ക്രിസ്തുവിനാൽ സാധ്യമാകുന്ന കർത്താവ് തമ്പുരാൻ എന്നേക്കുമായി കൽപ്പിക്കുക. God is proclaiming that the sin which the man has done, the solution will be brought through the man, through the birth of the virgin through the virgin breath. Praise the Lord. കാരണം പാപത്തിന് എപ്പോഴും ഒരു കോൺസിക്വൻസ്, ഞാൻ പറഞ്ഞില്ല, നമ്മൾ ചെയ്ത തെറ്റിന് നമ്മൾ പരിണത ഫലം അനുഭവിച്ചേ മതിയാകൂ. There is always a consequences for the sin, and we have to face the consequences for the sin. റോമാലേഖനം 6-ാം അധ്യായം 21-ാം വാക്യത്തിൽ പറയുന്നത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ. Romans 6:23 says, for the wages of sin is death, but the free gift of God is eternal life in Christ Jesus our Lord. ദൈവം നൽകിയ ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം ന്യായം വിധിച്ചത്, ആദ്യം ശപിച്ചത് പാമ്പിനെയാണ്. പറഞ്ഞെന്തുവാ? Curses of the serpent. എന്താ പറഞ്ഞത്? നീ സ്വന്തം മറ്റെല്ലാ ജീവികളെക്കാൾ, കന്നുകാലികളെക്കാൾ കാട്ടുമൃഗങ്ങളെക്കാൾ നീ ശപിക്കപ്പെട്ടവൻ. The first curse was, and the first judgment was done unto serpent, and the curse we said that you will be cursed more than all the cattle and every beast. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. You will be on your belly, and you shall go and you shall eat death. Praise the Lord. അല്ലേ? ഓർമ്മ നോക്കിയേ, ഇതെന്നും നടന്നുകൊണ്ടിരിക്കുക. It is happening today as well. ഫസ്റ്റ് ഡയറ്റ് അതിന്റെ അതാണ്. എന്താണ്? പൊടി തിന്നുക. ഇതാണ്. That is the first diet of serpent, eating dust. ശാസ്ത്രം പറയുന്നത് പൊടി തിന്നുന്നത് വെതർ മനസ്സിലാക്കാൻ വേണ്ടിയാ, മുന്നോട്ടുള്ള ജീവികളെ മനസ്സിലാക്കാൻ വേണ്ടി. ദൈവത്തിന്റെ ശാപം. But the science says something otherwise, but it is the curse of God upon serpent. ദൈവം പറഞ്ഞത്, നീ പൊടി തിന്ന ജീവിതകാലം മുഴുവൻ, ഈ സ്പീഷീസ് മുഴുവൻ നീ പൊടി തിന്നും, മറ്റൊരു മൃഗത്തിന് നീ ഗതിയിടില്ല. So no other animal will face this challenge. Only the serpent will have to eat the dust in the whole lifetime. Praise the Lord. അത് അടുത്തതായി പറയുന്നു, ഈ ഹവ്വയ്ക്ക് കൊടുത്ത ശിക്ഷ ശാപവാക്യ പ്രകാരം എന്താണ്? നിന്റെ സ്തോത്രം, നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിക്കും. When we look at the curse given to Eve, it said that your sorrow will be multiplied, in pain you shall bring children. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവുണ്ടാവും. And it says your desire shall be for your husband. നിന്റെ ആഗ്രഹം എന്ന വാക്കിനേക്കാൾ സ്തോത്രം അവിടെ എബ്രായ പദത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ കൺട്രോൾ, നീ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന നിന്റെ ഭർത്താവിനെ ആയിരിക്കുന്നത്. So the word of God, when we go to the actual translation, it's instead of desire, it is control. So your husband will be controlling you. അങ്ങനെ സൗരമാരെ എപ്പോഴും ഭർത്താക്കന്മാരെ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹമുള്ളത്. That's how we see in control. അങ്ങനല്ലേ? എപ്പോഴും അങ്ങനല്ലേ? വീട്ടിൽ സ്ത്രീകളുടെ സ്വഭാവം അവർ ഒറ്റയ്ക്ക് ഭർത്താവിനെ കൈ കിട്ടുമ്പോൾ എന്തോ ചെയ്യുന്നേ? വലിയ ചെയ്യുന്നില്ല, സാധാരണ ചെയ്താൽ കുറവായിരിക്കും. എന്താണ് ചെയ്യുന്നത്? എപ്പോഴും നിങ്ങൾ ഉറപ്പൊക്കെ മാറാൻ വേണ്ടി പറയാം. എന്താണ് എപ്പോഴും ആഗ്രഹം? എന്താണ്? ഭർത്താക്കന്മാരെ കൺട്രോൾ ചെയ്യണം, അല്ലേ? The desire of the wife is to control our husbands. ഡിസയർ എന്ന് പറഞ്ഞാൽ അറിയാമോ? ആഗ്രഹം ഭർത്താവോട് ആയിരിക്കണം. യഥാർത്ഥ എബ്രായ പദമാണ് എഴുതിയിരിക്കുന്നത്
അവരുടെ ആഗ്രഹം ഭർത്താക്കന്മാരെ അവരുടെ എപ്പോഴത്തെ ആഗ്രഹം പ്രധാനം നിയന്ത്രിക്കുന്നത്. So for Eve also it was her desire to control Adam. പക്ഷെ ദൈവം പറഞ്ഞതറിയോ? You know what God said? അത് ഒരു കാലത്തും നടക്കാൻ പോകുന്നു. That is not going to happen ever. ഇത് ജസ്റ്റ് ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമാണ്. It is just ഏതെങ്കിലും ഭാര്യമാർക്ക് ചിന്തയുണ്ട്, ഞങ്ങളുടെ നിയന്ത്രണത്തിൽ ആ ഭർത്താവ് ചിന്തയുണ്ടെങ്കിൽ ദൈവ വിധിപ്രകാരം അത് നടക്കുന്ന കാര്യമേ അല്ല. If any of you feel that I as a wife can have control over husband, as per the judgment of God, it is not going to happen. പാപത്തിന് തൊട്ട് മുമ്പ് വരെ സാധിക്കുമായിരുന്നു. Before sin, it could have happened. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമായിരുന്നു. പക്ഷേ ഡിസ്പാരിറ്റി വന്നത് പാപമുണ്ടാകും. അതുകൊണ്ട് ആഗ്രഹമേ ഉള്ളൂ, ഇപ്പം അത് നടക്കത്തില്ല. So it is just an infatuation. It is not going to happen. പക്ഷെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? Who is controlling? എന്തോ അവിടെ ഇരിക്കുന്നത്? സ്തോത്രം. The word of God says, He shall rule over you. He shall rule over you. നിങ്ങൾ സമ്മതിക്കത്തില്ലായിരിക്കും. You might not agree to that. നിങ്ങൾ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒട്ടുമേ അനുവദിക്കുന്നില്ല. The feminist ideology doesn't not even agree to that. പക്ഷേ ദൈവത്തിന്റെ നിയമം ഇതാണ്. But this is the law of God. നിങ്ങളിപ്പോ നാളെ നിങ്ങളുടെ പാസ്റ്റർ മെയിൽ ഷോവനിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ നിയമമാണ്. അതുകൊണ്ട് ആരും മേലും താഴെയോ അല്ലെങ്കിൽ ഉയർച്ചയോ താഴ്ചയോ ഈക്വാലിറ്റി ഇൻഇക്വാലിറ്റി അല്ല പറയുന്നത്. ദൈവത്തിന്റെ വചനത്തിന്റെ ലംഘിക്കപ്പെടാത്ത നിയമത്തെ പറയുന്നത്. I'm just conveying the rule of God, a law of God which cannot be broken. I have no problem calling myself as conservative. ദൈവത്തിന്റെ വചനപ്രകാരം പ്രസംഗിക്കുന്നവനെ കൺസർവേറ്റീവ് വിളിക്കണമെങ്കിൽ I don't have any problem about that. പക്ഷെ ഒരു കാര്യം സ്തോത്രം, ഹല്ലേലൂയ, സമത്വത്തിന് വേണ്ടി ഒക്കെ സംസാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഫങ്ഷണലി we are different. പ്രവൃത്തി ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം നമുക്കൊരു വ്യത്യാസമുണ്ട്. There is a difference according to the law of God. You might call me as a main chauvinist or so that is not going to affect me. I'm going to convey the word of God. Praise the Lord. Hallelujah. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഭർത്താവിനോട് ആയിരിക്കും എപ്പോഴും ആഗ്രഹം, അവൻ നിന്നെ ഭരിക്കും. So the word of God says your desire shall be for your husband, he shall rule over you. ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടക്കിയിരിക്കും. Even the New Testament says wives submit unto your husbands. A Christian family, ക്രിസ്തീയ കുടുംബങ്ങൾ തലമുറകളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ പറയാം, ഒരുപാട് നമ്മൾ ഉറപ്പിച്ചോണം, ക്രിസ്തീയ കുടുംബങ്ങൾ എപ്പോഴും ദൈവവചനപ്രകാരമായിരിക്കും കുഞ്ഞുങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. So as a Christian family, we should be leading the family as per the word of God. നമ്മൾ അമേരിക്കയിൽ വന്നതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നു എന്നൊരു ഫ്രഞ്ച് നാട്ടിലുള്ളതുപോലെ അമേരിക്കയിൽ വന്നതുകൊണ്ട് നമുക്ക് എങ്ങനെയാകാം വിചാരിക്കുന്നത്. അമേരിക്കൻ കൾച്ചറോ ഇന്ത്യൻ കൾച്ചറോ അല്ല ഞാൻ പ്രൊമോട്ട് ചെയ്തത്. ദൈവദാസത്തിന് ദൈവവചനത്തിന് ഒരു നിയമമുണ്ട്, അത് നാം പാലിച്ചേ മതിയാകൂ. ഇതിന് ഒരു മാറ്റം സംഭവിക്കാൻ പാടില്ല. Let us not think that we coming to US we can be like the US citizens, but there is a law of the Lord which we need to follow, and as a servant of God I'm conveying that message. നമ്മൾ പ്രത്യേക ദേശത്തിന്റെയോ ഒന്നും കൾച്ചർ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയോ അതിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. സ്വന്തം നമ്മുടെ ജീവിക്കുമ്പോൾ അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നാം ബാധ്യസ്ഥ. പക്ഷേ ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ പാലിക്കുവാൻ നാം എന്നും ബാധ്യസ്ഥരാണ്. നാം മറന്നുപോകരുത്. We should not forget that we are bound to follow the law of our Lord. മ്ലേച്ഛത നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ വാക്കുകളാണ് നമ്മൾ വായിച്ചത്, അല്ലാതെ ദൈവം പറഞ്ഞ വാക്കുകൾ മനുഷ്യരെ എഴുതിയതല്ല. സ്തോത്രം, മറ്റാരുടെ ഹൃദയത്തിൽ വന്നതല്ല. ദൈവം താൻ കൽപ്പിച്ച ദൈവത്തിന്റെ അലംഘിതമായ നിയമത്തെയാണ് വായിച്ചത്. What we have read over here is the judgment of God which God himself has spoken. So അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ പുരുഷനോടും സ്ത്രീയോടും നിലയിൽ ഹല്ലേലൂയ സ്തോത്രം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. So we must understand that there is statutes and law for a man and for woman as per the word of God. There are only two genders, that is male and female. There are only two genders, that is male and female. രണ്ടിലേ ഉള്ളൂ, പുരുഷനും ഒന്ന് സ്ത്രീയും, അല്ലേ? Male and female. എനിക്ക് ഇന്ന് തോന്നുന്നു എന്ന് പറയുന്നത് തോന്നലൊന്നും വ്യക്തത ഒരിക്കലും ദൈവവചനം എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്തോത്രം, ഈ കാലങ്ങളിൽ ജെൻഡറിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. Nowadays the gender account is increasing. പ്രത്യേകിച്ച് ഈ ദേശത്ത്, especially in this country. ഒരു റിപ്പബ്ലിക് സെനറ്ററോട് ഞാൻ പൊളിപ്പിച്ചു പറയാനുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, ഒരു റിപ്പബ്ലിക് സെനറ്ററോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നു രണ്ട് ജെൻഡറേ ഉള്ളൂ ചോദിച്ചു. അതേ പറഞ്ഞു, only there are two genders and multiple type of mental illness. So one of the Republican senators രണ്ട് ലിംഗങ്ങളേ ഉള്ളൂ, എന്നാൽ എണ്ണമറ്റ ഭ്രാന്തുകൾ, മാനസിക രോഗങ്ങൾ,
മനുഷ്യർക്കുണ്ട്. So the senator somebody asked the senator, do you believe that there is only 2 genders? He said, yeah, only 2 genders, and rest all are mental illness. Praise the Lord. Praise be to God. രണ്ട് ലിംഗത്തിലധികം മനുഷ്യനെ സൃഷ്ടിച്ച് God has created 2 genders. പക്ഷെ പാപം കാരണം Because of sin, എണ്ണമറ്റ മാനസിക രോഗങ്ങൾ മനുഷ്യരുടെ ഇടയിലുണ്ട്. the innumerable mental illness has been increased in humankind. ശരീരത്തിലല്ല ശരിക്കും മാറ്റം. The problem is not within the body, മനസ്സിലാണ്. it is in the mind. അതിനെയാണ് ചികിത്സിക്കേണ്ടത്. That is where it has to be healed. അതിന്റെ പരിഹാരവും ദൈവസന്നിധിയിലുണ്ട്. There is solution for that even in the presence of God. Praise the Lord. Praise be to God. ആദമിനോട് ദൈവം പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദൈവം പറഞ്ഞു, What did God command? മനുഷ്യനോട് കൽപ്പിച്ചു, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. So word of God says, because thou hast hearkened unto the voice of thy wife, and thou eaten of the fruit of which I commanded thee, saying, thou shalt not eat of it. Cursed is the ground for thy sake, in sorrow shalt thou eat of all the days in thy life. Praise the Lord. Praise the Lord. ഭാര്യയെ അനുസരിച്ചു. ഭാര്യ അനുസരിക്കാൻ തെറ്റില്ല കേട്ടോ. പക്ഷെ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ഭാര്യ അനുസരിക്കപ്പെടപ്പെടും. So it is not wrong to agree with your wife, but leaving the commandment of God and obeying wife is wrong. ജെർസൺ കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഒബേ എന്നുള്ള വാക്ക് മാറ്റിയ എത്തി എന്നൊക്കെ ആക്കി. കാരണം കറക്റ്റ് ആണ്. കാരണം പുള്ളിക്കാരൻ അറിയാം വൈഫ് ഉച്ചയ്ക്ക് ലഞ്ച് കിട്ടണം. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. Translated it well because you need to get the കാരണം lunch. ഭാര്യയോട് എഗ്രി ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല, അനുസരിക്കുന്നത് കൊണ്ടോ കേൾക്കുന്നതോ കുഴപ്പമില്ല. പക്ഷെ ദൈവത്തെ മറുതലിച്ച് അനന്യാസ സഭയിലൊക്കെ പറ്റിയെന്താ അവര് തമ്മിലും കൊടുത്തു. അപ്പൊ കൗൺസിലർ പറഞ്ഞു, ഫാമിലി കൗൺസിലർ പറഞ്ഞു, ബെസ്റ്റ് കപ്പിൾ ഓഫ് ദി ഇയർ. കാരണം ദേ ആർ ഇൻ ഗുഡ് എഗ്രിമെന്റ്. ദൈവത്തിന്റെ സന്നിധിയിൽ അവർ മരണയോഗ്യം. So this is the same mistake happened for Ananias and Sapphira, and they agreed together, but they agreed for the wrong thing and disobeyed God. ഫാമിലി കൗൺസിലേഷൻ ചെയ്യാൻ കഴിയുന്നത് അറിയാമോ? സ്തോത്രം. അവര് മാരേജ് കൗൺസിലേഷൻ അവര് ഭാര്യ ഭർത്താവ് ഒത്തൊന്നും നോക്കത്തേ ഉള്ളൂ. സ്തോത്രം. പക്ഷേ ദൈവത്തിന്റെ വചനം അത് മാത്രമല്ല പരിശോധിക്കുന്നത്. നിങ്ങൾ ഒത്തോ, പക്ഷെ ദൈവം വചനപ്രകാരം ഒത്തോ. So God not only just look into the agreement between with the husband and wife, they also look into it that whether it is agreeable according to the word of God. ദൈവഹിതമില്ലാതെ ഭാര്യയുടെ വാക്കുകളുള്ള കുഴപ്പമെന്ന് അറിയാമോ? ഹാമാന് സംഭവിച്ചവരാവും. ഹാമാൻ കഴുകുമ്പോൾ എഴുന്നേറ്റപ്പോൾ ഭാര്യ വന്ന് പ്ലാൻ പറഞ്ഞു. പക്ഷേ മോർദെഖായി യഹൂദ അറിഞ്ഞവൻ ഭാര്യ വാക്ക് മാറ്റി. So this is the same situation will happen when Haman obeyed his wife, because when his wife came to know that he's a Jew, then she changed her stand. അല്ലേ? എന്താ പറഞ്ഞേ? കഴിവനം ഉണ്ടാക്കിയപ്പോൾ കഴിവനം ഉണ്ടാക്കാൻ വീട്ടിൽ ഇവിടെ കഴിവനം ഉണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ ആരും കല്യാണം പറ്റത്തില്ല എന്നൊന്നും ഭാര്യ പറഞ്ഞില്ല. ഭാര്യ പറഞ്ഞു, ഉണ്ടാക്കി എത്ര ഹൈറ്റ് വേണം നോക്കി, 8 വേണോ എത്ര വെള്ളം കൂട്ടിക്കും, കുഴപ്പമില്ല, ഞാനും വന്ന് കാണാം. പക്ഷേ യഹൂദ അറിഞ്ഞപ്പോ സ്തോത്രം എന്താ പറഞ്ഞത്? സ്തോത്രം, അവൻ യഹൂദനെങ്കിൽ നീ അവനെ ചെയ്യില്ല. So she said that if Mordecai is Jew, you will not be able to win over him. കാരണം പുള്ളിക്കാരി യൂണിവേഴ്സിറ്റിയിൽ പോയതാ. Because she has gone to പുള്ളിക്കാരി ഹിസ്റ്ററി പഠിച്ചതാ. She knows the history. പുള്ളിക്കാരിക്കറിയാം ഇതുവരെ എന്നും യഹൂദൻ തോറ്റിട്ടില്ല. So she knows that Jews have never failed. ഹിസ്റ്ററി എടുത്ത ഹാമാന്റെ വൈഫ് പറഞ്ഞു, നീ അവൻ യഹൂദനാണെന്ന് നീ അവനെ ജയിക്കത്തില്ല, നീ എത്ര വേണമെങ്കിലും പൊക്കിക്കോ, ജയിക്കാൻ പോകുന്നില്ല. Haman's wife said that however you try, you are not going to win over him. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യം ദൈവവചനത്തിന്റെ വിരുദ്ധമായി സ്തോത്രം അമ്മമ്മയുടെ വാക്ക് കേട്ട് കുറച്ച് കഴിഞ്ഞ് ഓർത്തോണം, അവര് തന്നെ നമുക്ക് ഞാൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. Remember that agreeing to obeying the wife and disobeying God, it will come back to us with trouble. അപ്പൊ ദൈവത്തോട് പറയാൻ പറ്റില്ല, ഭാര്യ പറഞ്ഞോണ്ടാണ്. അപ്പൊ പറഞ്ഞ ദൈവം പറഞ്ഞത്, നീ കാരണം ഭൂമി മുഴുവൻ ശാപഗ്രസ്തമായി. We cannot say that I hearkened unto my wife, because God says that because of you the whole earth is cursed. എന്ന് പറഞ്ഞാൽ പുരുഷന്റെ തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരം ഒരു ഭവനത്തിൽ, ഒരു വീടും ഗ്രഹനാഥന്റെ തീരുമാനങ്ങൾ ദൈവഹിതപ്രകാരമല്ലാതെ ഭവനത്തിൽ സംഭവിച്ചാൽ the whole household shall be cursed. ആ മുഴുവൻ ഭവനവും ശാപഗ്രസ്തമായി. If some decision is made by the head of the family without considering the head of the family, if the family is taking a decision, the whole household will be cursed. Praise the Lord. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. That is the law which God has kept. ക്രിസ്തു സഭയുടെ തലയാണ്. Jesus is the head of the family. പാസ്റ്റർ അല്ല സഭയുടെ തല. Jesus is the head of the മൂപ്പരല്ല സഭയുടെ തല. pastor.
not the elders. സഭയുടെ തല ക്രിസ്തുവാണ്. Christ is the head of the church. ഭാര്യയുടെ തല ഭർത്താവാണ്. A wife's head is her husband. Praise the Lord. വീട്ടില് ഭാര്യ സംസാരിക്കുമായിരിക്കും, പക്ഷെ പൊതുവിൽ ഭാര്യയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ഭർത്താവായിരിക്കും. So in house, in bedroom, in house, wife can talk, but on behalf of his wife, if you are talking outside, it should be through husband. മലയാളത്തിൽ കല്യാണ മന്ത്രം എന്നൊക്കെ പറയും, എന്തോ എനിക്കറിയില്ല. പക്ഷേ സ്തോത്രം, ഒരു കാര്യം ഇതാണ്, ഇതൊക്കെ ഭാര്യമാരുടെ ഉള്ളിൽ പറയും, പക്ഷെ പൊതുവിൽ ശബ്ദം എപ്പോഴും പുരുഷന്റേതാണ്. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. That's the law of the God which has been kept, that the voice of the husband should be in public. പൂമുഖത്തേക്ക് ഡിസ്അഗ്രിമെന്റ് വരാൻ പാടില്ല. പൂമുഖത്തേക്ക്, right in front of the house, towards the public. Towards the public, the disagreement shall not come up. Disagreement should not be there. Yes. നമ്മളുടെ സ്തോത്രം ചേരാകുമ്പോൾ ഒരിക്കലും ഭൂമുഖത്തേക്ക് വരരുത്. From the public it shall not come. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, മറ്റു കാര്യങ്ങൾ സംസാരിച്ച് തീർക്കേണ്ട ഇടമുണ്ട്, അവിടെ സംസാരിച്ച് തീർത്തെങ്കിൽ അല്ലെങ്കിൽ അറിയാമോ, മുള്ളും പറക്കാരെയും മുളയ്ക്കേണ്ടത്. So the disagreement should not come in front of the public, and there are places to decide upon the disagreements and talk on that. If that is not happening, as per the word of God says, thorns and also thistles shall it bring forth to you. പ്രിയമുള്ളവരെ, മുള്ളും പറക്കാരെയും ദൈവം സൃഷ്ടിച്ചതല്ല, മനുഷ്യന്റെ പാപത്തിൽ ഉളവായി വന്നതാണ്. Once thorn and thistles were not created by God, it is because of the sin which it has started. Praise the Lord. Hallelujah. മനുഷ്യർ പറയുന്നു, നിന്നെ നിലത്തു എടുത്തു, നിലത്തേക്ക് തന്നെ. The word of God says, for dust you are, and dust you shall return. വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. In the sweat of your face you shall eat bread. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചെയ്യും. You are dust and you shall return unto dust. അത് പുരുഷന്മാരെ മാത്രമല്ല വിറക്കുന്നത്, സ്ത്രീകളും വിറക്കും. പക്ഷേ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധ്വാന ഭാരത്തിന്റെ വലിയൊരു ഭാരം പുരുഷന്റെ പുറത്താക്കിയിരിക്കുന്നു. So it means that the burden to provide for the family is upon man's shoulders. Praise the Lord. Hallelujah. ആ ഒരു മാനേജിംഗ് പുരുഷന്റെ മേൽ ദൈവം വെച്ചു. കാരണം പറയുക, ഇത് നീ ചെയ്ത കുറ്റം പാപത്തിന്റെ അനുസരണക്കേണ്ട ഫലമാണ്. That management is being kept upon the man because this is the result of the sin you have committed. God did not stop over there. ഇതിനിടയ്ക്ക് 3-ാം അധ്യായം 15-ാം വാക്യം അതോടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുക. I would like to speak on the chapter 3 verses 15, and I'll stop there. പാപം മനുഷ്യന്റെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ദൈവം അതിന്റെ ശാശ്വത പരിഹാരം ഏതിൽ തന്നെ പ്രഖ്യാപിച്ചു. When the sin entered into humankind, in man, God himself proclaimed the solution for that sin in Eden itself. ദൈവം ക്രിസ്തുവിന്റെ സുവിശേഷത്തെ അവിടെ പ്രഖ്യാപിക്കുക. God proclaimed Jesus' gospel in Eden. ദൈവത്തിന്റെ വാഗ്ദത്തം, ഹല്ലേലൂയ, ആ ശാപത്തിന്റെ ഇടയിലും സുവിശേഷത്തെ ഉദിപ്പിക്കുന്ന ഒരു ഉദയനക്ഷത്രം പോലെ നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യം അവിടെ പ്രഖ്യാപിക്കുക. So God is declaring the promise which rises up through the curse. സൃഷ്ടിയിൽ ഉളവായി നിന്ന ദൈവത്തിനായ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ സൃഷ്ടിക്കൊരു കോട്ടം വന്നപ്പോൾ അതിന്റെ പരിഹാരമായി തമ്പുരാൻ പ്രഖ്യാപിക്കുക, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല നടക്കും. ഹല്ലേലൂയ. God is providing a solution through Christ, and he said that he will be putting enmity between Satan and woman. Praise the Lord. Hallelujah. The seed of the woman അവരുടെ ഉപയോഗിച്ചിരിക്കുന്നത്. The word which is used is the seed of the woman. The offspring of woman. അവിടെ തന്നെ കർത്താവ് പറയുക, യെശയ്യാ പ്രവചനം സ്തോത്രം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞ അടയാളം, സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. Isaiah 7:14 says, therefore the Lord himself will give you a sign, behold the virgin shall conceive and bear a son and shall call his name Emmanuel. Praise the Lord. ഏതിൽ മനുഷ്യന്റെ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു? The human kind lost the presence of God in Eden. ദൈവമായുള്ള ബന്ധം ഏതിൽ നഷ്ടപ്പെട്ടു? The relationship with God has been removed. എന്നാൽ ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. ഏതിൽ നഷ്ടപ്പെട്ട ദൈവസാന്നിധ്യത്തെ ക്രിസ്തുവിലൂടെ മടക്കി വരുത്തുന്ന ദൈവത്തിന്റെ പദ്ധതി ഏതിൽ പ്രഖ്യാപിച്ചു. ഹല്ലേലൂയ. Emmanuel means
God is with us, and the relationship which was broken by the man with God has been established and proclaimed in Eden by promising Emmanuel. Praise the Lord. Hallelujah. പാമ്പിന് വേണ്ടിയുള്ള മനുഷ്യരാടിയെ ചതിച്ച പാമ്പിന് വേണ്ടിയുള്ള ശിക്ഷ ഹല്ലേലൂയ അന്ന് തന്നെ പ്രഖ്യാപിച്ചു. വെളിപ്പാട് പുസ്തകം നാം കാണുന്നുണ്ട്, അവന്റെ തല തകരും. ഹല്ലേലൂയ. In Revelation 12:9 also we see that his head will be ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ ഏതെല്ലാം പാമ്പിനെ കുറിച്ച് പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് ഹല്ലേലൂയ തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെ അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. The word of God says and the great dragon was thrown down, that ancient serpent who is called the devil and Satan, the deceiver of the whole world. He was thrown down to the earth and his angels were thrown down with him. Revelation 20:2 20-ാമത്തെ രണ്ടാം വാക്യമായി പറയുന്നത് പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. In Revelation 22 says that, and he sees the dragon, that ancient serpent who is devil and Satan, and bound him for 1,000 years. Praise the Lord. പ്രിയമുള്ളവരെ, ദൈവം പ്രഖ്യാപിച്ച ഏതിനില്ല സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 3-ാം പ്രഖ്യാപിച്ച കാര്യം സ്തോത്രം. അതാ പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് അവന്റെ തലയെ തകർക്കുന്ന ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. God proclaimed in Eden that the seed of the woman, that is Jesus Christ, will be crushing the head of Satan. അതിനു മുമ്പ് സംഭവിച്ചതായ സർപ്പത്തിന്റെ എന്താ സംഭവിച്ചത്? നീ അവന്റെ കുതികാൽ തകർക്കും. Praise the Lord. So he said, the word of God says, it shall bruise the heel. Thou shalt bruise his heel. അവിടെ തന്നെ കാൽവറി യാഗത്തെ കർത്താവ് പ്രഖ്യാപിക്കുകയാണ്. There itself God is declaring the death of Calvary and sacrifice. ഉൽപ്പത്തി പുസ്തകം 3-ാം വാക്യത്തിൽ സുവിശേഷത്തിന്റെ മുഴുവൻ ആകത്തുകയെ, ഒരു ചരിത്രത്തെ മുഴുവൻ ക്രോഡീകരിച്ച് ദൈവം പറയുന്ന ഒരു വാഗ്ദത്ത വചനമാണ്. Genesis 3:15 is the promise where God proclaims the gospel, and that is where the whole history has been confined. അതിനെക്കുറിച്ച് പറയുന്നത് പ്രോട്ടോ ഇവാഞ്ചലിയം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ ആദ്യത്തെ സുവിശേഷം. The word which has been used is proto evangelium. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രോട്ടോ മീൻസ് ഫസ്റ്റ്, ഇവാഞ്ചലിയം ഗോസ്പൽ, ഫസ്റ്റ് ഗോസ്പൽ എന്ന പേരിലാണ് ആ വാക്യത്തെ അറിയപ്പെടുന്നത്. ദ മിസ്റ്ററി, സുവിശേഷത്തിന്റെ ഒരു മർമ്മത്തെ അവർ വെളിപ്പാക്കുക. God is proclaiming and declaring the mystery of gospel, which is and that verse is the first gospel. The place where first Adam fell. ആദ്യത്തെ ആദം പരാജയപ്പെട്ട അതേ മണ്ഡലത്തിൽ രണ്ടാമത്തെ ആദമായ യേശു കർത്താവ് വിജയശ്രീലാദിലാകുകയാണ്. So the place where the first Adam has failed, the same place the second Adam, who is Jesus Christ, is being declared the victorious. എന്നും സാത്താൻ തന്റെ പ്രവൃത്തി തുറന്നുകൊണ്ടിരിക്കുകയാണ്. Today as well the devil is continuing his work. എന്നും ചതിവിലും ഇൻഫാക്ച്വേഷനിലും അനേകരെ അവൻ ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. He is deceiving people through infatuation and subtlety. എന്നാൽ റോമാലേഖനം 5-ാം 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ വന്നു ചേർന്നെങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. Romans 5:20 says, now the law came to increase the trespass, but where sin increased, grace abounded all the more. There we see the extravagance of God's grace. ദൈവത്തിന്റെ കൃപയുടെ മഹത്വത്തെ നമ്മൾ കാണുകയാണ്. എത്രത്തോളം ശത്രു മാനവജാതിയെ ചതിവിലേക്ക് അകപ്പെടുത്തുന്നു, അത്രത്തോളം ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. What we are seeing here is the grace, abounded grace, which is God is giving unto us compared to the sin and subtlety which devil is taking us to. പ്രിയമുള്ളവരെ, ഏതിൽ സംഭവിച്ചത് വളരെ അഗ്ലിയായിട്ടുള്ള, ഒട്ടും സൗന്ദര്യമില്ലാത്ത, ഒട്ടും ശോഭയില്ലാത്ത പാപത്തിന്റെ കളങ്കമാണെങ്കിൽ ആ പാപത്തിന്റെ കളങ്കത്തിന്റെ നടുവിൽ മനോഹരമായ സുവിശേഷത്തെ ഉദിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ട ഇടപെടായത്. ഹല്ലേലൂയ. Even which took place in Eden was ugly and it was not beautiful, but the gospel which has been shared was a beautiful ending which God is planning to give. മനുഷ്യന് സംഭവിച്ചത് വെച്ച് ഏറ്റവും മോശകരമായ അനുഭവമാണ്, ഏറ്റവും അനുഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു ദൈവത്തോട് അവൻ അകന്നു പോയത്. Mankind moving away from the relationship with God is the most bitter thing or the ugliest thing which could have happened. നമ്മുടെ ജീവിതത്തിൽ പലകാലവും ചിന്തിച്ചോ, സംഭവിക്കാൻ കഴിഞ്ഞതിൽ ഏറ്റവും മോശകരമായ കാര്യം
എന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന ആരോഗ്യമോ സമ്പത്തോ പണമോ മറ്റ് സംവിധാനങ്ങൾ ഒന്നും നഷ്ടപ്പെടുന്നതല്ല. എന്റെ ജീവിതത്തിൽ ദൈവത്തോട് ഞാൻ അകന്നു പോകുന്നതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശാപം. The greatest curse is that we are moving away from the relationship with God. It is not losing the wealth or health. ആദമിൽ സംഭവിച്ചു, ഏതിൽ സംഭവിച്ചതും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്മാറ്റത്തിലേക്ക് പോകുന്നത്, പുറകോട്ട് പോകുന്നത്, ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുന്നത്, ഇതാണ് ഏത് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. What has happened in Eden, what is happening now, having the backsliding experience, going away from the love of God, that is the experience which even today human beings are facing. Praise the Lord. Praise be to God. Hallelujah. നമ്മൾ മനുഷ്യരോട് അകലുമ്പോൾ, നമ്മൾ ദൈവം വെച്ച പദ്ധതിയോട് അകലുമ്പോൾ, ദൈവം വെച്ച സംവിധാനങ്ങളോട് അകലുമ്പോൾ നമ്മൾ വിചാരിക്കുമോ മനുഷ്യരോടല്ലേ ഞാൻ അകന്നിട്ടുള്ളൂ, ദൈവത്തോട് കുഴപ്പമില്ല. അങ്ങനെയല്ല. നാം ആദ്യം ദൈവത്തോട് അകലുന്നേ, പിന്നീടാണ് നാം മനുഷ്യരോട് അകലുന്നത്. When we move away from mankind or fellow human beings, and we are not moving away first of all from the humans, but it is first our relationship with God is being broken. നിങ്ങളുടെ ജീവിതത്തിൽ പരിശോധിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനുമായി സ്തോത്രം, അല്ലെങ്കിൽ ഏത് മനുഷ്യനുമായി കൊള്ളട്ടെ, അവരുമായി നിങ്ങൾ അകലുമ്പോൾ ഹല്ലേലൂയ, ഒരു കാര്യം ഓർത്തോണം, നിങ്ങൾ ആദ്യം അകലുന്നത് ദൈവത്തോടാ. അത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. When you're just think about your life when you're moving away from your fellow human being, fellow friend, so you're moving away first of all from God. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം യോഹന്നാനോട് സംസാരിച്ചത്, സഹോദരനോട് നിനക്ക് വലുതുമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹോദരനോട് നീ പാപം ചെയ്താൽ ദൈവത്തോട് ഞാൻ അടുത്തിരിക്കുന്നു പറഞ്ഞാൽ നീ കള്ളമ പറയുന്നേ, നീ ഭോഷ്ക പറയുന്നേ, ഒരിക്കലും അത് സാധ്യമല്ല എന്നാണ് പറയുന്നത്. In John it says that our Lord said that if you have anything against your brother, you are lying against God. Praise the Lord. Hallelujah. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മഹാകൃപ നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് വേണ്ടി. Dear ones, today the abundant grace of God is available unto us. ദൈവത്തിന്റെ കൃപയ്ക്ക് ഒരു കുറവുമില്ല. There is no reduction in the grace of God. തങ്കരേഖാനിക ചിത്തരായി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള പരിഹാരം ദൈവസന്നിധിയിൽ ദൈവകൃപയാലുണ്ട്. So God, that is the solution. God's grace is the solution which is God is giving unto us. Name it means whatever on the face of this earth. നീ ലോകത്ത് നീ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെയും പേരിട്ടോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കൃപയാൽ അതിന് പരിഹാരമുണ്ട്. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. The problems you're facing in this world, when you come into the presence of God, God's grace is sufficient for you. ദൈവത്തിന്റെ കൃപ അവൈലബിൾ ഒറ്റ കൂട്ടരേ ഉള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കാത്തവരാ, ദൈവത്തിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നവന്റെ മേൽ ആ കൃപ ധാരാളമായി ഇന്ന് പകൽക്കാലം ഒഴുക്കുന്നവനാ എന്റെ കർത്താവ്. ഹല്ലേലൂയ. Lean on God. For them, God's grace is not available. Those who humble in the presence of God, God's grace is abundantly available. ഒരു ദിവസം കൃപയുടെ വാതിൽ അടയും. One day, the doors of the grace will close. കർത്താവിന്റെ കാഹളം ധ്വനിക്കും. God's trumpet will, the Lord's ഹല്ലേലൂയ. കർത്താവിന്റെ ഗംഭീരനാദത്തോടും കർത്താവിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ കടന്നു വരുമ്പോൾ അവിടെ ദൈവസഭ എടുക്കപ്പെടും. കൃപായുഗം അവിടെ അവസാനിക്കും. ഹല്ലേലൂയ. The second coming, that time the church will be taken up, and that's the time when the grace comes. The time of grace will be over. നമ്മുടെ മരണത്തിന് മുൻപ് വരെയോ നമ്മുടെ അവസാന ശ്വാസം വരെയോ കർത്താവിന്റെ കാഹളം വരെയോ ഹല്ലേലൂയ നമുക്ക് ഈ കൃപ ലഭ്യമാണ്. ഹല്ലേലൂയ. We have grace available until our death, till our last breath. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ആരും പരിഹാരമില്ല, ഈ പ്രശ്നത്തിന് പരിഹാരമില്ല, ഇതിന് ശരിയാകത്തില്ല എന്നുള്ള മനോഭാവത്തോടെ ദൈവത്തിൽ ഇരിക്കരുത്. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പരിഹാരമുണ്ട്. ക്ലാസിന് മുമ്പിലായിരിക്കും, മുപ്പന്മാരുടെ മുമ്പിലായിരിക്കും, കൗൺസിലിന്റെ മുമ്പിലായിരിക്കും, മെഡിക്കൽ സയൻസിന്റെ മുമ്പിലായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ കൃപയുടെ ഒഴുക്കിൽ ഹല്ലേലൂയ അത് സാധ്യമാ. ദൈവത്തിന്റെ സുവിശേഷം അതാ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ. Don't sit here with the attitude that it cannot be solved. There is no solution for that. But believe that our God has provided solution in His presence. There might not be solution by pastor or elders, but God has got solution for that. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിഹാരത്തിനായി കടന്നു ഒരു ദൈവവൈദ്യനെ ദൈവം ഇവരെ കൈവിട്ട ചരിത്രമില്ല. There is no history where the people have come into the presence of God and God has left him. There is no history about that. കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. My grace is sufficient for you and for you and my grace shall abundantly come in your weakness. Hallelujah. പ്രിയമുള്ളവരെ, ഒരു നിമിഷം കണ്ണുകൾ ദിവസം നടക്കുക. My grace is sufficient for you. My grace shall abound in your weakness. ഇന്ന് പകൽക്കാലത്തെ ദിവസത്തിൽ നമ്മൾ തന്നെ സമർപ്പിച്ച നിമിഷം പ്രാർത്ഥിക്കാം.
എല്ലാവരും ഉച്ചക്കടയിൽ അടച്ചാട്ട ഏതെങ്കിലും തുറന്നിട്ടൊരു വഴിയുണ്ട്, അതിന്നും അവൻ അടച്ചിട്ടില്ല. ദൈവസ്ഥലിൽ ക്രിസ്തുവിനോട് നമുക്ക് വേണ്ടി തുറക്കപ്പെട്ട വഴിയോട് ദൈവത്തിന് സ്തുതിച്ചാണ്. എല്ലാവരും അങ്ങ് ഈ സുഗതമായ പാപത്തിന് നടുവിലും കാൽവരി ക്രൂശിനെ നാട്ടി ദൈവത്തിന്റെ കൃപയും സത്യസുവിശേഷവും ഞങ്ങൾക്ക് വേണ്ടി തുറന്നല്ലോ എന്നോട് ദൈവത്തെ സ്തുതിച്ചാണ്. അതൊന്നും തുറന്നെടുക്കാൻ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിനും പരിഹാരം സത്യ സുവിശേഷമാണ്. നാം സുവിശേഷ മാർഗത്തെ പിൻപറ്റിയവരാ. ഇന്ന് പകൽക്കാലവും നമുക്ക് മറ്റൊരു വഴിയില്ല. ഹല്ലേലൂയ. So God has given the solution of the gospel for all our problems, and we have followed that ever always, and there is no other way for that. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. Let's praise ജീവനം മുൻപാകുന്ന പറ്റുന്ന സമർപ്പിച്ച് നമ്മൾ ഒരു സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചാൽ പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്തുതിക്കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, കുഞ്ഞുങ്ങളാകുന്ന അടിയങ്ങൾക്ക് ഈ ആഴ്ച കൊണ്ട് ഒന്നാം ദിവസത്തിൽ സംവിധാനിക്കുവാൻ കർത്താവ് മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ദൈവം ഇടയാക്കി എല്ലാ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അടിയങ്ങൾക്ക് നല്ല സങ്കീർത്തനത്തെ നൽകി തന്നുകൊണ്ട് നന്ദിയോടെ സ്തോത്രത്തെ പാടി ദൈവത്തെ ആരാധിപ്പാൻ ഇടയാക്കിയോ നന്ദിയോടെ സ്തോത്രം. അവരുടെ ദാസനെല്ലാം വിലപ്പെടുത്തിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തിരുസന്നിധികൾ മനപ്പാട് വാക്യങ്ങളെ വിറ്റിരിപ്പാൻ കർത്താവ് കൃപ ചെയ്തോ. അവരെ കഷ്ടത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ, അവിടുത്തെ ആകർഷണങ്ങളിൽ പൊതിഞ്ഞു കൊള്ളണമേ. ഈ ലോകത്തെ ദൈവത്തിന്റെ പ്രകാരം അവർ തങ്ങളെ തന്നെ കർത്താവെ സൂക്ഷിച്ച ദൈവസന്നിധിയിലായിരിക്കാൻ കൃപകൊണ്ട് ദൈവത്തെ പരിപാലിച്ചു കൊള്ളണമേ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ആകർഷണങ്ങളിൽ പൊതിഞ്ഞു കൊള്ളണമേ. നദിയോട് സ്തോത്രം സാക്ഷ്യങ്ങളിലൂടെ പ്രാർത്ഥനയ്ക്കായി ഉപേക്ഷിച്ചേർന്നവർക്കായി സ്തോത്രങ്ങളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്ന ദൈവമാണ്. ആയിരുന്നിടത്തൊക്കെ പരിപാലിക്കുന്ന കർത്താവാണ്. ആവശ്യങ്ങളും കൂടെ ഇരിക്കുന്ന ആദനെ സഭയായി ഞങ്ങൾ ദൈവങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളോട് മനസ്സറിഞ്ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലമടിയങ്ങൾക്ക് ദൈവപ്പാലയാക്കുന്നു. തന്റെ മക്കളെ എന്നായി ബലപ്പെടുത്തിയോണ്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തോട് അടുത്തിരിപ്പാനും കർത്താവിന്റെ ഇതപ്രകാരം ജീവിപ്പാനും ആവശ്യமான നിമിഷം തോന്നുന്ന അടിയങ്ങളെ നടത്തിക്കൊള്ളുമാറാകണമെന്ന് സ്തോത്രം. ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി അങ്ങേ ഉയർത്തിക്കാട്ടി ജീവിപ്പാൻ, അങ്ങേ പ്രതിബിംബിച്ച് ജീവിപ്പാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിച്ചുകൊള്ളുമാറാകുന്ന കർത്താവേ, ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവങ്ങളോട് വരണമേ. ഞങ്ങൾ എവിടെയായിരുന്നാലും അവിടുത്തെ ചിറകുകളിൽ ഞങ്ങളെ മറച്ചുകൊള്ളുന്ന കർത്താവേ, കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കണമേ. ആവശ്യങ്ങൾ കൂടെ ഇരിക്കുന്ന കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേപ്പാ. നന്ദിയോടെ സ്തോത്രം. ദൈവത്താലിന് വിടുതൽ പ്രാപിച്ച് ദൈവപ്രകാരം നിമിഷം തോറും ജീവിപ്പാണ് കൃപ അടിയങ്ങളെ നടത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങളെതിനായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അടുത്തിരിക്കുമ്പോൾ അങ്ങയുടെ സഹിത്ത് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കാൻ ദൈവങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വ്യക്തമുള്ളവർ പൊതിഞ്ഞുകൊള്ളണമേ, കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ വിഷയങ്ങളെ എല്ലാം ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടോണ്ട് സ്തോത്രം. അനുഗ്രഹത്തോടെ ഇപ്പോ മനസ്സലിയുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. ആമേൻ. മനസ്സലിയുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവായ സ്നേഹവും സംസർഗവും സഹവാസം കൂട്ടായ്മയും കാവലും നമ്മോട് നമ്മോട് പ്രാർത്ഥിച്ചു ദിവസങ്ങളെല്ലാം ഭവനങ്ങളോടും ലോകമണ്ഡല സകല വിശുദ്ധന്മാരോടും കൂടെ കർത്താവിന് നൽകുകയും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്തോത്രം ചെയ്യാം. കർത്താവായ യേശുവേ, നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.